പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവർ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ, ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ നമുക്ക് അവസരമൊരുക്കിയല്ലോ. ഐ താങ്ക് ഗോഡ്. ദൈവത്തിന് എല്ലാത്തിനും നന്ദി പറയുന്നു. I thank our God for giving us one more opportunity to be in His presence. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ ഓർത്തതുപോലെ ഈ വർഷത്തിൻ്റെ 6 മാസം നമ്മളെ വിട്ട് കടന്നു പോവുകയാണ്. When we prayed and remembered in the beginning, 6 months have passed from us in this year. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ വിശ്വസ്തത എത്ര വലുതാണ്. How great is the faithfulness of our God. ആപത്തനർത്ഥങ്ങൾ വന്നില്ലെന്നല്ല, വന്നപ്പോഴും നമ്മളെ വിടുവിച്ചവനായ ദൈവം. It's not that we did not have accidents or troubles or anything, but during those times He delivered us. ക്ലേശങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിനെതിരെ ആഞ്ഞടിച്ചപ്പോഴും തകർന്നു പോകാൻ നമ്മളെ നിലനിർത്തിയ ദൈവത്തിൻ്റെ ആ മഹാകൃപ. When the storms of difficulties rammed against us, our God provided and kept us safe. ഇന്നയോളം നടത്തിയവൻ ഇനി നമ്മളെ നടത്തുവാൻ ശക്തനായിരിക്കാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Let's praise God who has kept us so far, and He will keep us moving forward. കഴിഞ്ഞ ആഴ്ചകളിൽ പല പ്രിയപ്പെട്ടവരും യാത്രയിലായിരുന്നു. കർത്താവ് എല്ലാവരെയും കാത്തു സൂക്ഷിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. In the past week, many of us were traveling. God has kept us safe, and I praise God for that. നമ്മുടെ ആനന്ദിൻ്റെ മാതാപിതാക്കൾ അവരും കഴിഞ്ഞ ആഴ്ച ഇവിടെ എത്തിച്ചേരുവാൻ ദൈവം സഹായിച്ചു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. Parents of Brother Anand, they traveled and they are with us. I praise God for them. They are very familiar to us. I praise God that they are going to be here for some time. May their stay here be very pleasant and blessed by the Lord. അവർ നമുക്ക് സുപരിചിതരാണല്ലോ. അവരിവിടെ ആയിരിക്കുന്ന അത്രയും സമയം വളരെ അനുഗ്രഹീതമായ സമയമായിരിക്കുമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. I just remembered last time when they were here, they were here in a very crucial time for our church. ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ തവണ ആയിരുന്ന സമയത്ത് വളരെ ഒരു അത്യാവശ്യമായ ഒരു സമയത്തായിരുന്നു നമ്മുടെ കൂടെ ആയിരുന്നത്. And also നമ്മുടെ brother Anil's parents and sister, they were here for a little over a month or so, maybe 1 month they were here. നമ്മുടെ സഹോദരൻ അനിലിന്റെ പാരന്റ്സും സഹോദരിയും നമ്മുടെ കൂടെ ഏകദേശം ഒരു മാസം ഉണ്ടായിരുന്നു. They are going back to India tomorrow. I pray that God's grace and mercies will be upon them as they also travel. അവരുടെ മടക്ക യാത്ര നാളെ ആരംഭിക്കുകയാണല്ലോ. അവരുടെ യാത്രകളിലും ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും കൂടെ ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. And for everyone who is here and who are attending this service online, I want to welcome all of you, and I pray that God's blessings will continue to be upon our lives. സഭയിൽ നമ്മളിവിടെ ആയിരിക്കുന്നവരും ഓൺലൈനിൽ ശ്രവിക്കുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം നമ്മളോട് ഇരിക്കട്ടെ. Let's turn our attention to 2 Chronicles chapter 25 and verses 2. 2 ദിനവൃത്താന്തം 25-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. 2 Chronicles chapter 25 and verses 2. 2 ദിനവൃത്താന്തം 25-ാം അധ്യായം 2-ാം വാക്യം. It says like this: He did what was right in the Lord's sight, but not wholeheartedly. അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു, ഏകാഗ്ര ഹൃദയത്തോടെ അല്ലതാനും. Some weeks ago, as I was reading my Bible for my regular Bible reading, ചില ആഴ്ചകൾക്ക് മുമ്പ് എൻ്റെ സാധാരണമായിട്ടുള്ള വചനം വായിക്കുന്നതിൽ ഞാൻ ആയിരുന്നപ്പോൾ this verse came and it stuck in my heart for many days, and it is still working something behind the scene in my heart. ഈ വാക്യം എൻ്റെ ഹൃദയത്തിൽ തട്ടുകയും ചില ദിവസങ്ങൾ അത് എന്നെ ചിന്തിപ്പിക്കുവാൻ ഇടയായി. I don't think I'm done with it. അത് പൂർത്തീകരിച്ചു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. The way it has been reflected in deep inside, I don't think I could have done justification by preaching on any other topic today than on this subject. അതെൻ്റെ ഹൃദയത്തിൽ എത്രമാത്രം ആഴമായി പതിച്ചു എന്നുള്ളത് കാരണം ഇന്ന് മറ്റൊരു വിഷയം പറയുന്നത് ഒരിക്കലും ന്യായമാകുകയില്ല. Today I want to talk about half-hearted right actions. പാതി ഹൃദയത്തോടുള്ള ന്യായപ്രവൃത്തികൾ, അതിനെക്കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പാതി മനസ്സോടെയുള്ള ശരിയായ പ്രവർത്തനങ്ങൾ. Half-hearted right actions. This morning, there are times in our own lives where we feel that we are doing a lot, but something is missing somewhere. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ വരാൻ സാധ്യതയുള്ള ചിന്ത ഇതാണ്: നാം ദൈവത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എന്നാൽ എന്തോ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വാക്യൂം ഉണ്ട്. We are running. നാം ഓടുന്നു. We are there. നാം കാര്യങ്ങൾ ചെയ്യുന്നു, അവിടെ ഉണ്ട്. ചിലപ്പം നമ്മളിങ്ങനെ ആൾക്കാരൊക്കെ പറയാറുണ്ടല്ലോ,
ഇവിടെ ആണെങ്കിലും മനസ്സ് മുഴുവൻ വേറെ എവിടോ ആണെന്ന് പറയാറുണ്ട്. Sometimes we tell like this to other people, I am here but my mind is somewhere else. നമ്മൾ ചിലരിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ഏതാണ്ടൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ നമ്മൾ പിള്ളേരോടും എവിടെ ആയിരുന്നെന്ന് ചോദിക്കും. Sometimes when we see some people or children, we ask our children, where are you? ഈ ചർച്ചിൽ പലരോടും അങ്ങനെ ചോദിക്കണമെന്നുണ്ട്, പക്ഷെ പിന്നെ അതൊക്കെ പ്രശ്നമാവുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിക്കാതിരിക്കുന്ന. So many people in the church, I feel like asking it, but it will be a bigger problem, so I should not. പലരോടും സഹോദര സഹോദരി എവിടാ എന്ന് ചോദിക്കണം. അപ്പം നിങ്ങൾ പിന്നെ എല്ലാം കൂടെ പ്രശ്നം ഉണ്ടാക്കണ്ട, അതുകൊണ്ട് ഞാൻ ചോദിക്കാതിരിക്കുന്നതേ ഉള്ളൂ. മനസ്സിലായി ഞാൻ പറഞ്ഞൊരു ആശയം പിടികിട്ടില്ല. നമ്മൾ ഇവിടെ ആണെങ്കിലും ചിന്ത വേറെ എവിടെ. I feel you understood what I'm trying to tell. Even though we are here, our thought, our mind will be somewhere else. ഞാനത് പറഞ്ഞുകൊണ്ടെങ്കിലും കുറച്ച് പേര് മടങ്ങി വന്നെന്ന് വിചാരിക്കുന്നു. I think now that I explained this, some might have come back to the thought. അല്പസമയം ഒന്ന് മടങ്ങി വരണേ. Be with us for some time. അപ്പം നമ്മൾ എല്ലാത്തിലും ഉണ്ട്. We are there. ഞായറാഴ്ച രാവിലെ ചർച്ചിലുണ്ട്. For Sunday morning we are in church. ഇടയ്ക്കൊക്കെ മറ്റു പ്രാർത്ഥനകളിലൊക്കെ ഉണ്ട്. In some other prayer there also we are present. പക്ഷെ എവിടെയോ എന്തോ മിസ്സിങ് ചെയ്യുന്ന പോലെ. But somewhere, some place, something is missing. അപ്പോൾ ഒരു ചോദ്യം. The question is this: Is it okay to serve God but not wholeheartedly? ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ അല്ലാതെ സേവിക്കുന്നത് അത് മതിയോ? Is it okay to follow Jesus half-heartedly? പകുതി ഹൃദയത്തോടെ പാതി ഹൃദയത്തോടെ യേശുവിനെ പിൻപറ്റുന്നത് അത്ര മതിയോ? Is it okay that it's okay our heart is wandering? That's why the songs goes like this. Prone to wander, Lord I feel it. എൻ്റെ ഹൃദയം അത് മറ്റു ചിന്തകളിൽ മറ്റു വഴികളിൽ അത് പരിപോകുന്നത് അത് മതിയോ? അത് ഓക്കെ ആണോ? You remember what the song I'm saying? ആ പാട്ട് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. Prone to wander, Lord I feel it. Prone to leave the God I love. ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തെ വിട്ടുപോകുവാൻ സാധ്യതയുണ്ട്, അത് വാണ്ടർ ചെയ്യുവാൻ സാധ്യതയുള്ള ഹൃദയമാണ് എനിക്കുള്ളത് എൻ്റെ ദൈവമേ എന്നുള്ള ആ പാട്ട്. So our heart is prone to wander. ഇങ്ങനെ പല വഴിക്ക് ചിന്തിച്ചു പോകാൻ സാധ്യതയുള്ളതാണ് നമ്മുടെ ഹൃദയം. There was a man whose name was Ray Ortlund. റേ ഓക്ലൻഡ് എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. Yeah, he said something like this. താൻ ഇങ്ങനെയാണ് പറഞ്ഞത്: My dad used to say to me when I was a kid. എൻ്റെ പിതാവ് ഇങ്ങനെ ഞാൻ ചെറുപ്പത്തിൽ എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു: Listen son, കേൾക്കുക, half-hearted Christians are the most miserable people of all. പാതി ഹൃദയം ആയിട്ടുള്ള ക്രിസ്ത്യാനികളാണ് ഈ ലോകത്തിൽ ഏറ്റവും മിസറബിൾ ആയിട്ടുള്ളവർ. Let me repeat that. Listen son, half-hearted Christians are the most miserable people of all. പകുതി ഹൃദയത്തോടെ ജീവിക്കുന്ന ക്രിസ്ത്യാനികളാണ് ഏറ്റവും മിസറബിൾ ആയിട്ട് ഏറ്റവും നല്ലതല്ലാത്ത രീതിയിൽ ജീവിക്കുന്നത്. Now listen, they know enough to feel guilty. അവർക്ക് കുറ്റബോധം തോന്നാൻ വരുവാനുള്ള ആവശ്യത്തിന് ബോധ്യമുണ്ട്. But they haven't gone far enough with Christ to be happy. എന്നാൽ നല്ല സന്തോഷമുള്ള ഒരു ജീവിതം ജീവിക്കുവാൻ വേണ്ടി ക്രിസ്തുവിനോട് കൂടെ അത്രയും നടന്നിട്ടില്ല. Did you hear what this dad told his son? ആ പിതാവ് മകനോട് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ? They know enough to feel guilty but haven't gone far enough with Christ to be happy. കുറ്റബോധം തോന്നാൻ വേണ്ടും ആവശ്യത്തിന് ബോധ്യമുണ്ട്, ജ്ഞാനമുണ്ട്, എന്നാൽ ക്രിസ്തുവിനോട് കൂടെ നടന്നില്ല, ക്രിസ്തുവിനോട് കൂടെ സഞ്ചരിച്ചില്ല സന്തോഷമായ ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കുവാൻ. Be wholehearted for him. അതുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാം. ഞാൻ ഒന്നും കൂടെ പറയാം. Let me say that once more. പ്രിയമാനെ നീ ശ്രദ്ധിച്ചു കേൾക്കുക. Dear son, listen to this. ഈ പകുതി ഹൃദയത്തോടെ കർത്താവിനെ പിൻപറ്റുന്നവരെ പോലെ ഗതികെട്ട വേറെ ആരുമില്ല. There is nobody as miserable as somebody who follows God half-heartedly. അവർക്ക് ആവശ്യത്തിനുള്ള അറിവുണ്ട്, അവരുടെ അകത്ത് കുറ്റബോധം ഉണ്ട്. They know enough to feel guilty. പക്ഷെ അവർ ക്രിസ്തുവിനോട് കൂടെയുള്ള നടപ്പിൽ സന്തോഷത്തോടെ ജീവിക്കേണ്ട ആ അവസ്ഥ വരെ എത്തിയിട്ടുമില്ല. But they are not walking proper in a desired fashion with Christ so that they are happy in their life. പൂർണ്ണ ഹൃദയത്തോടെ അവനെ പിൻപറ്റുക. So follow Christ wholeheartedly. Just think about our own lives. നമ്മുടെ ജീവിതത്തെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. Simply think about our own lives. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. Where are we?
നമ്മൾ എവിടെയായിരിക്കുന്നു? Have we gone enough with Christ to be happy? ക്രിസ്തുവിനോടുകൂടി നാം അത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടോ ഒരു സന്തോഷ ജീവിതം ജീവിക്കുവാൻ? Or are we in a state where enough that we are under the guilty experience all the time? നാം ആയിരിക്കുന്ന തലത്തിൽ നമുക്ക് അല്പം മാത്രം അറിയാം, കുറ്റബോധം തോന്നുന്ന തലത്തിൽ മാത്രം ജീവിക്കുകയാണോ? And this man says, initially it didn't make sense to me what my dad was telling me. താൻ ഇങ്ങനെയാണ് പറഞ്ഞത്, എന്റെ പിതാവ് എന്നോട് ആദ്യം പറഞ്ഞ കാര്യം എനിക്ക് ആദ്യം മനസ്സിലായില്ല. Now after years I understand that my dad was absolutely correct. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം എനിക്കിപ്പോൾ ബോധ്യമായി മനസ്സിലാകുന്നു എന്റെ പിതാവ് ശരിയായിരുന്നു. So it's very important that you walk wholeheartedly, otherwise you will be miserable. അതുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ക്രിസ്തുവിനോടുകൂടെ നടക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ നാം ഗതികെട്ടവരായി പോകും. You might have heard the story once a pastor went to take charge in a church. ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു പാസ്റ്റർ ഒരു സഭാ ചാർജ് എടുക്കുവാൻ പോയി. And the first day he started preaching from John 3:16. ആദ്യത്തെ ദിവസം താൻ യോഹന്നാൻ 3:14 നിന്ന് പ്രസംഗിച്ചു. Next Sunday again the message is John 3:16. അടുത്ത ആഴ്ചയും യോഹന്നാൻ 3:16. Third week John 3:16. അതേ ഭാഗത്ത് തന്നെ മൂന്നാമത്തെ ആഴ്ചയും Fourth week John 3:16. നാലാമത്തെ ആഴ്ച യോഹന്നാൻ 3:16. The committee got together and told pastor, you cannot preach from John 3:16 anymore. കമ്മിറ്റി കൂടി ആലോചിച്ചു, പാസ്റ്ററോട് പറഞ്ഞു, ഇനി ഇവിടെ ഈ ഭാഗത്ത് സംസാരിക്കരുത്. Pastor told, unless and until the Lord doesn't tell me, I cannot go beyond 3:16. John 3:16. പാസ്റ്റർ മറുപടി പറഞ്ഞു, ദൈവം എന്നോട് പറയാതെ ഈ യോഹന്നാൻ 3:16 നിന്ന് മാറി പ്രസംഗിക്കാൻ എനിക്ക് കഴിയുകയില്ല. And the reason why God is not allowing me to go beyond is because people have not yet accepted John 3:16. ദൈവത്തിന്റെ ആത്മാവ് എന്നെ മറ്റൊരു വിഷയം പ്രസംഗിക്കാൻ സമ്മതിക്കാത്തത് ജനം ഇപ്പോഴും ഈ യോഹന്നാൻ 3:16 സമ്മതിച്ചിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല. When they accept it, we will move forward. അത് സ്വീകരിച്ചു കഴിയുമ്പോൾ മുന്നോട്ട് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. Many times people ask, why is God telling us this thing again and again? പലപ്പോഴും നമ്മൾ ചിന്തിക്കുമായിരിക്കും, ദൈവം എന്തിനാണ് ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്? Because we have not accepted yet what he has already told us. ദൈവം നമ്മളോട് നേരത്തെ മുൻപ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നാം സമ്മതിച്ചില്ല, അത് സ്വീകരിച്ചില്ല, അതുകൊണ്ടാണ്. When you look at the context in which this particular verse we have read is written, ഈ ഭാഗത്തിൽ എഴുതിയിരിക്കുന്ന ആ കോണ്ടെക്സ്റ്റ് നാം പഠിക്കുമ്പോൾ, Amaziah was a king of the southern kingdom of Judah from 796 to 767 BC. 796 മുതൽ 766 BC വരെ രാജാവായിരുന്ന അമസ്യ രാജാവ്, തെക്കേ ഭാഗത്ത് യഹൂദ എന്ന തെക്കേ രാജ്യത്തിൽ രാജാവായിരുന്ന അമസ്യയെ കുറിച്ചാണ്. He succeeded his father King Joash, who was originally a righteous king but turned aside later in his life. യോവാഷിന്റെ പുത്രനായിരുന്നു. ആദ്യം നല്ല പ്രവൃത്തികൾ ചെയ്ത യോവാഷ് പിന്നെ ദുഷ്ടതയിലേക്ക്. And he was killed by his own officials. There was a coup and he was basically killed by his own people. എന്നാൽ അതിന് കൊട്ടാരത്തിനുള്ളവർ തന്നെ ആണ് ഈ യോവാഷിനെ കൊന്നത്. After becoming the king, one of the first acts which Amaziah did was he killed all the murderers of his own father. തന്റെ പിതാവിനെ കൊന്നവരെ എല്ലാവരെയും ഈ അമസ്യ രാജാവ് കൊന്നുകളഞ്ഞു. Now when you look at this king's life, there is a summary written about him in the verse we have read and also in 1 King chapter 14 verses 3. ഒന്ന് രാജാക്കന്മാർ 14:3 പിന്നെ ഈ വായിച്ച ആ ഭാഗത്തിലും ഈ രാജാവിനെ കുറിച്ച് ഒരു സമ്മറി നാം വായിക്കാൻ കഴിയും. It's very simple. It says he did what was right in the eyes of the Lord. അത് വളരെ ലളിതമായ കാര്യമാണ്. അവൻ യഹോവയ്ക്ക് പ്രസാദമായത് ചെയ്തു. But not as his father David had done. എന്നാൽ ഏകാഗ്ര ഹൃദയത്തോടെ അല്ല, തന്റെ പിതാവ് ദാവീദിനെ പോലെ അല്ലായിരുന്നു താനും. But then here it says he did what was right in the Lord's sight but not wholeheartedly. എന്നാൽ ഇവിടെ നാം വായിക്കുന്നത് താൻ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തു, ഏകാഗ്ര ഹൃദയത്തോടു കൂടി ആയിരുന്നില്ല. So basically what we see is there was something which is very good about this king. ഇവിടെ നാം കാണുന്നത് ഈ രാജാവിനെ കുറിച്ച് വളരെ നല്ലത് പറയുവാനുണ്ടായിരുന്നു. What was the good thing about him? എന്തായിരുന്നു ആ നന്മ? He followed God wholeheartedly. താൻ ദൈവത്തിന് പ്രസാദമായത് ചെയ്തു. Is that what it says? No. താൻ പൂർണ്ണ ഹൃദയത്തോടെ ആയിരുന്നു. I was just checking how many of you's head will raise. I saw some, so some of you are listening. ഞാൻ അങ്ങനെ പറഞ്ഞത് നിങ്ങൾ ആരൊക്കെ ശ്രദ്ധിക്കുന്നു എന്ന് അറിയാനാണ്. ചിലരെങ്കിലും നോക്കി. He did what was right in the sight of the Lord. ദൈവത്തിന് പ്രസാദമായത് താൻ ചെയ്തു. He did what was right, but at the same time he did not do it wholeheartedly. എന്നാൽ ഏകാഗ്രഹത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ അല്ല താൻ അത് ചെയ്തത്. ഞാൻ വളരെ താഴ്മയോടെ പറയട്ടെ, ഇന്നത്തെ നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിന്റെ സ്റ്റാൻഡേർഡ് എവിടം വരെ എത്തിയെന്നറിയാമോ? Let me tell with all humility,
what's the standard of our ഈ Christian സ്റ്റാൻഡേർഡ് പോലും society? ഇല്ല ഇപ്പൊ ആക്ച്വലി. Even this is not there with ഇനിയിപ്പോ us. ആരെങ്കിലും ദൈവത്തിന്റെ വഴിയിൽ നടന്നാൽ അത് തന്നെ വലിയ കാര്യമായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക. We have reached a point where if somebody does anything to God, we consider that as a very big deal. അവിടെ ഇങ്ങനെയാണ്, യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു, It says like this, he did what was pleasing in the eyes of എന്നാൽ God. ഏകാഗ്രതയോടെ അല്ല എന്ന് പറയുമ്പോൾ യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്യുന്നവരെ തന്നെ കിട്ടിയ ഇന്ന് വലിയ കാര്യമായിട്ടാണ് നമ്മൾ And കൺസിഡർ it says, ചെയ്യുന്നത്. yet if not with wholehearted, but in today's world, it's difficult to get somebody to do the right thing in the sight of the Lord. കാരണം ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങളിൽ പോലും എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. മീൻസ് എന്തെല്ലാം കാര്യങ്ങൾ ദൈവത്തിന് പ്രസാദമില്ലാത്തത് ആൾക്കാർ ചെയ്യുന്നു. Because even that, the number of people who are doing what is right is in the sight of the Lord is going down, because people are doing what is not pleasing in the eyes of God. കാരണം ക്ഷമിക്കണം ഇത് പറയുന്നതിൽ, Forgive me that I have to ഈ say this. കാലഘട്ടത്തിൽ ദൈവത്തെ അറിഞ്ഞില്ലെങ്കിലും വലിയ ആൾക്കാരെ അറിയാമെങ്കിൽ അത് മതി എന്നുള്ള ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുക. We have reached a generation where people think that it is okay not to know God, but it's good to know other big people. പരസ്യമായിട്ട് വ്യഭിചാരം ചെയ്യുന്നവനും ദുഷ്പ്രവൃത്തി ചെയ്യുന്നവനും വലിയ പ്രാസംഗികനെ അറിയാമെങ്കിൽ അത് മതി. The people who are publicly doing adultery and other things, if you know a great preacher, then that is enough. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കും സ്റ്റേജിൽ ഒരു ചെയർ കിട്ടും. Even those people will get a chair in the stage. പക്ഷേ ദൈവമുഖം അന്വേഷിക്കുന്നവനും ദൈവപ്രസാദം ചെയ്യുന്നവരുടെ എണ്ണം വളരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, കുറഞ്ഞുകൊണ്ടിരിക്കുക. But the people who are following God, who are doing things which is pleasing in the eyes of God, those numbers are going down. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, This is the question for that. പൂർണ്ണ ഹൃദയത്തോടെ അല്ലാതെ ദൈവത്തിന്റെ സന്നിധിയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുമോ? Can you do things which is pleasing to God but not wholeheartedly? ഏകാഗ്രതയുമില്ലാതെ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോകാൻ പറ്റുമോ? അതിന്റെ ആൻസർ പറ്റും. കാരണം ഈ പുള്ളിക്ക് പറ്റി. Based on these words, based on the life of Amasia, we can see that you can do what is pleasing in the eyes of God but not wholeheartedly. Let's examine ourselves. നമുക്ക് നമ്മെ തന്നെ പരിശോധിച്ച് നോക്കാം. Which category are we? നാം അതിൽ ഏത് തട്ടിൽ നിൽക്കുന്നു? Okay, for making it easy, I'm going to say 3 categories. ഞാൻ ഇന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി 3 തലങ്ങൾ ഞാൻ പറയാം. 1, optional obedience, partial obedience. അങ്ങനെ ഇഷ്ടമുള്ള കുറച്ചൊക്കെ കാര്യങ്ങൾ ദൈവത്തിന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുന്ന, the people who actually do little bit things and move forward. First category is optional obedience. രണ്ടാമത്തെ കാറ്റഗറി ഞാൻ പറയുന്നു, those who do what is right in the sight of the Lord. Second category is the people who do what is right in the eyes of God. മൂന്നാമത്തെ ഒരു കാറ്റഗറിയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക മാത്രമല്ല പൂർണ്ണ ഹൃദയത്തോടെ അല്ല ഏകാഗ്രതയോടെ, ഹൃദയത്തിന്റെ ഏകാഗ്രത ദൈവത്തെ പിൻപറ്റുന്നവരും. The third category is those people who does things right in the eyes of the Lord and also wholeheartedly. This morning, where are we? നാം ഇതിൽ എവിടെ ആയിരിക്കുന്നു? അപ്പം you must think that, oh, this is from the Old Testament king. But when we look at the teachings of Jesus Christ, നാം ചിന്തിക്കുമായിരിക്കും ഇത് പഴയ നിയമത്തിൽ ഒരു രാജാവിനെ കുറിച്ചല്ലേ എഴുതിയിരിക്കുന്നത്. let me bring to your remembrance Matthew chapter 22 verses 36 to 38. എന്നാൽ യേശുക്രിസ്തു പഠിപ്പിച്ചത് നാം പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. മത്തായി സുവിശേഷം 22-ാം അധ്യായം 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. Teacher, which command in the law is the greatest? There is a question being asked to Jesus. 22 verse 36 to 38. മത്തായി സുവിശേഷം 22-ാം അധ്യായം 36 മുതൽ 38 വരെയുള്ള വാക്യം. 36 മുതലുള്ള വാക്യങ്ങൾ. 36 ഇപ്പം വായിച്ചാൽ മതി. ഒരു ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്ന് ചോദിച്ചു. So Jesus is asked a question, teacher, which command is in the law is the greatest? യേശു കേൾക്കുന്ന ചോദ്യം ഇതാണ്, ഏത് കൽപ്പനയാണ് ഏറ്റവും വലുത്? Let's imagine Jesus comes here today. ഇന്ന് യേശു ഇവിടെ ആയിരിക്കുന്നു എന്ന് ചിന്തിക്കുക. So I say that, okay, today we have a guest. Now just imagine, let's say we are in the time when Jesus was physically present in this world, and I say Jesus is going to be here in the church. ഇങ്ങനെ ഒന്ന് സങ്കല്പിച്ച് നോക്കുക, യേശുക്രിസ്തു ഈ ലോകത്ത് ആയിരുന്ന സമയമാണെന്ന് ചിന്തിക്കുക. യേശുക്രിസ്തു ഇവിടെ ഗസ്റ്റ് ആയിട്ട് വരുന്നു. And I will say he will not only preach, but you will also have a Q&A session. യേശുക്രിസ്തു പ്രസംഗിക്കുക മാത്രമല്ല, നമുക്ക് അങ്ങോട്ട് ഒരു ചോദ്യോത്തര വേളയും ഉണ്ടായിരിക്കും. So he will not only teach, but afterwards if you have any question you can ask him. യേശുക്രിസ്തു പഠിപ്പിക്കുക മാത്രമല്ല, നമുക്ക് അങ്ങോട്ട് ചോദ്യം ചോദിക്കുവാൻ സാധിക്കും. What will your question be? എന്തായിരിക്കും നമ്മുടെ ചോദ്യം? If today Jesus is here to answer your questions, what question are you going to ask him? ഇവിടെ യേശുക്രിസ്തു ഒരു ചോദ്യോത്തരം അത് ആ ഒരു വേളയിലായിരിക്കുന്നു എങ്കിൽ നിങ്ങൾ യേശുവിനോട് ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? See, the people during those times were very similar in lot of things like us only. നമ്മളെ പോലെ തന്നെ വളരെ സാമാന്യതയുള്ളവരായിരുന്നു. So the thing is, one thing they asked, is how to inherit the kingdom of God. അവർ ചോദിച്ചത് എങ്ങനെ സ്വർഗ്ഗ
സ്വർഗരാജ്യം നമുക്ക് Remember that അവകാശമാക്കാം. person who came, Nicodemus came at night and he had his own questions. നിക്കോദിമോസ് ഇതുപോലെ രാത്രിയിൽ വന്ന് തനിക്കും തന്റെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. So a lot of people had a lot of questions to ask. ഇതുപോലത്തെ പല ചോദ്യങ്ങളും Some rich people came to Jesus and said and asked Jesus some questions. ചിലർ യേശുവിനോട് ചോദ്യം ചോദിച്ചു. And Jesus gave a lot of replies also to all the people who asked the questions. ആ ചോദ്യം ചോദിക്കുന്നവർക്ക് യേശുക്രിസ്തു മറുപടി So here there is a question coming, teacher, what is the greatest commandment? Or which is the greatest command, which we have to follow? ഇവിടെ Or in the law? ഇവിടെ ചോദിക്കുന്ന ചോദ്യം, ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്ന് He said to him, യേശു അവനോട്, love the Lord your God with all your heart, with all your soul, and with all your mind. This is the greatest and the most important command. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. Some version says intelligence. ചിലത് പൂർണ്ണ Instead of mind they say intelligence. Serve the Lord with all your heart, with all your soul, and with all your intelligence. മറ്റ് വേർഷനുകളിൽ മറ്റ് പദങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. It says this is the greatest and the most important command. യേശു പറയുന്നത് ഇതാണ്, ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. Who said this? ആരാണ് ഇത് പറഞ്ഞത്? Who said this? ഇതാരാണ് പറഞ്ഞത്? Nobody else but Jesus himself, our master, our savior, our Lord. മറ്റാരുമല്ല, യേശു ക്രിസ്തു തന്നെയാണ് നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവും നമ്മുടെ നാഥനുമായ യേശു. So there is no debate about it. ഇതിനെക്കുറിച്ച് അപ്പോൾ മറ്റൊരു ചോദ്യമില്ല. There is no debate needed about this aspect. ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ നമ്മൾ വിശകലനം ചെയ്യേണ്ട ആവശ്യമില്ല. So the question is very simple. ചോദ്യം വളരെ ലളിതമാണ്. Are we loving our Lord to the extent Jesus expects us? യേശു ആഗ്രഹിക്കുന്ന ആ തലത്തിൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നോ? Are we just followers who are doing some acts of religion, or are we following him wholeheartedly? മതപരമായി ചില പ്രവൃത്തികൾ, ക്രിസ്തീയത എന്ന് പറഞ്ഞ ചില പ്രവൃത്തികൾ മാത്രം ചെയ്യുകയാണോ, യേശു ക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോടെ തന്നെ നാം പിൻപറ്റുന്നുണ്ടോ? People from most of the religious background have their own customs and their own rituals. മതപരമായ ആ ഒരു തലമുറ, ആ ഒരു പാരമ്പര്യത്തിൽ നിന്ന് വരുന്നവർക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള റിച്വൽസും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എല്ലാ മതത്തിനും അതിന്റെ ആചാരങ്ങളുണ്ട്, അവരുടേതായ ക്രിയകളുണ്ട്, അവർക്ക് ക്രമങ്ങളുണ്ട്. All religions have its own rituals and practices. പള്ളി പോകുന്നവർക്കും ക്രമമുണ്ട്, അമ്പലത്തിൽ പോകുന്നവർക്കും ഉണ്ട്, മോസ്കിൽ പോകുന്നവർക്കും ഉണ്ട്, ഗുരുദ്വാര പോകുന്നവർക്കും ഉണ്ട്. എല്ലാവർക്കും അവരുടേതായ രീതികളുണ്ട്. Every person who is a religious person will have their own practices, be it temple, church or whatever. പെന്തക്കോസ്തുകാർക്ക് ഒരു ചിന്തയുണ്ട്, അവരെ പോലെ വേറെ ആരും ഇല്ലെന്ന്. And Pentecostals have a thought that there is nobody like them. ഇതുപോലെ ഒരു അബദ്ധം വേറെ എങ്ങുമില്ല. There is no other blunder. പണ്ട് കാലങ്ങളിൽ ഓർമ്മയുണ്ടോ, അമ്പലത്തിൽ രാവിലെ എത്ര വട്ടം ആൾക്കാർ പോകുമായിരുന്നു, എത്ര ദിവസം പോകുമായിരുന്നു? In olden times, how many times did people used to go to temples? പഞ്ചാബിൽ ഞാൻ ഗുരുദ്വാരയുണ്ട്, 5 മണിയാകുമ്പോൾ അവിടെ പാട്ട് തുടങ്ങും. In Punjab there was Gurudwara at 5 a.m. they start the songs. മിക്കവാറും ആൾക്കാർ 5-6 മണിയാകുമ്പോൾ എല്ലാവരും അവിടെ പള്ളി പോയിട്ടേ അവർ ബാക്കി പരിപാടിക്ക് പോകത്തുള്ളൂ. By 5-6 o'clock they go to their Gurudwara and only after that they go to their work. ഇനി വേറെ മതങ്ങൾ എടുക്കുമ്പോൾ ദിവസം 3 ദിവസം, ഒരു ദിവസം തന്നെ 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നവരുണ്ട്. And certain other religions you can see 3 times a day they pray. പക്ഷേ അങ്ങനെ നമ്മൾ മിക്കവാറും എടുത്താൽ എല്ലാവർക്കും അവരുടേതായ റിച്വൽസ് ഉണ്ട്, അവരുടേതായ സിസ്റ്റംസ് ഉണ്ട്. Any religion you take, they have their own practices or rituals. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെ പോലെ വേറെ ആരും ഇല്ലെന്ന്. But we consider that there is nobody like us. ഇതെന്തോ ഒരു ബേർഡനായി, ചർച്ചിൽ എന്തെല്ലാം പരിപാടികളാ. We think that it is a big burden just for all the meetings in the church. എത്ര മീറ്റിങ്ങുകളാ. How many meetings should I attend? മീറ്റിങ്ങുകളാ. There are meeting after meetings. പക്ഷെ ചിന്തിച്ചു നോക്കിക്കേ. But think about this. ആക്ച്വലി നമ്മൾ പല മതങ്ങളുടെ അവരുടേതായ ആചാരങ്ങളോ അല്ലെങ്കിൽ അവരുടെ ആ നീഡ് ടു ഗോ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുമില്ല. If you look at the practices and rituals of other religions, we are nothing compared to what they. ആ കാര്യത്തിലൊരു അഹങ്കാരം നമ്മുടെ ഉള്ളിൽ വരരുത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി മാത്രമാണ് അത് പറഞ്ഞ് ഞങ്ങൾ ഏതാണ്ട് വലിയ ആൾക്കാരാണെന്നും ദൈവം ഞങ്ങളുടെ പോക്കറ്റിലാണെന്നും ഒക്കെയുള്ള ചിന്ത ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെക്കാൻ വേണ്ടി മാത്രം അത് പറഞ്ഞു. I explained this much just so that we should not have that arrogance to say that we do a lot of things or God is in our pocket. ചിലരുടെ മനസ്സിൽ ചിന്തയുണ്ട്, അയ്യോ അവരേതാണ്ട് ദൈവത്തിന് വേണ്ട എന്താ പറയുന്നത്, ഏതാണ്ട് ഫേവർ ചെയ്യുന്ന പോലെ. Some people have this thought process that they are doing something favor to God. അപ്പം അങ്ങനെയുള്ള ചിന്തകളുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ചിന്തകളൊക്കെ മാറ്റണം. കാരണം നമ്മളാരും അങ്ങനെ അതോളം എത്തിയിട്ടൊന്നുമില്ല. എല്ലാ ദിവസവും പള്ളി വരുന്നവർ എത്ര പേരുണ്ട്, സ്വോത്രം പറയുന്നില്ല, അങ്ങനെയുള്ളവരില്ല. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. മിക്കവാറും ആഴ്ചയിൽ 1 പള്ളി വരുന്നവരാണ്.
most of us come to the church at least once in a week. അതിൽ കൂടുതലുള്ളവരുണ്ട്, പക്ഷേ മിക്കവാറും ആ ഒരു ലെവലേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഉള്ളവർ വളരെ കുറവാണ്. അങ്ങനെയുള്ളവരുടെ എണ്ണം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. In our community, it is the people who come more than once to church, the number is reducing and it's already less. ഇനിയും പറയാം, മറ്റ് മതക്കാര് നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. മറ്റ് മതക്കാര് ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുന്ന പല മതങ്ങളുണ്ട്. There are many religions, and even among us, there used to be a time in a week they fast for 2 times a week. നമ്മുടെ ഇടയിൽ ഞാനിതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഉപവസിക്കുന്ന ആ ഇതൊക്കെ വളരെ എന്തോ കുറഞ്ഞുകൊണ്ടിരിക്കുക. I have said this even before. The discipline of fasting is gone from our community as well. അപ്പൊ ഇതൊരു കാര്യം പറയുമ്പോൾ ക്ഷമിക്കണേ. Forgive me that I have to say this. ഒരു ദിവസം ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. I was thinking like this. എല്ലാവരെയും പിടിച്ച് കമ്മിറ്റിയിലാക്കി Everybody should be brought into എല്ലാവരെയും ലൈസൻസ് ചെയ്ത് ഓർഡിനേഷൻ ചെയ്തിരുന്നെങ്കിൽ everybody should if everyone was കുറച്ച് given പേരും കൂടെ ordination, പള്ളിയിലൊക്കെ പ്രാർത്ഥനയ്ക്കൊക്കെ കണ്ടേനെ വന്ന്. at least some more will come for the prayers in the church. അല്ലേ? അങ്ങനല്ലേ? യാഥാർത്ഥ്യം അങ്ങനല്ലേ? Isn't that true? ഇവിടുത്തെ കാര്യമല്ല. Not here. ഇവിടെ ഉണ്ടെങ്കിൽ അത് മാറണം. If anybody is here, സ്ഥാനമില്ലാത്തവൻ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് കാണത്തില്ല. if you don't have a position, then you won't be there for a prayer in church. സ്ഥാനവും പൊസിഷനുമാണ് അവനെ ദൈവത്തോടുള്ള കമ്മിറ്റ്മെന്റിലേക്ക് നയിക്കുന്നത്. The position and that is what drives a person towards God. ചിലയിടത്ത് ആൾക്കാർ പറയാറുണ്ട്, Some people at some places say like this. എങ്ങനെയെങ്കിലും ഒന്ന് കമ്മിറ്റിയിൽ അങ്ങാനും കേറ്റാമെങ്കിൽ പുള്ളി ഒന്ന് ഉത്സാഹത്തോടെ നിന്നോളും. If that person is made to go is introduced or ഇവിടെ അല്ല, വേറൊരാൾ ഒരു കാര്യം പറഞ്ഞു, taken into the committee, then maybe he'll get better. ആ പുള്ളിയെ കൂടെ കമ്മിറ്റി കേറ്റാമെങ്കിൽ കുറച്ച് കാശ് കാര്യത്തിൽ എന്തോ കുറച്ച് എളുപ്പമായിരിക്കും. If he is also brought into the committee, then maybe we'll get some more money. ഒന്നുമില്ല, അവനെ പിടിച്ച് മിഷന്റെ എന്തെങ്കിലും ഒരു ഇൻചാർജ് ആക്കെങ്കിൽ മിഷന് കുറച്ച് കാശ് വരുമെന്ന്. So maybe he is in charge of the missions, then at least missions they'll get more അവന്റെ money. കാശും പോയി, പക്ഷെ നിത്യതയിൽ അവൻ ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. If you do with such attitude, his നീ money is ദൈവത്തെ gone. പിൻപറ്റുന്നത് നിനക്ക് കിട്ടുന്ന സ്ഥാനവും മാനവും നിമിത്തമാണെങ്കിൽ നിനക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് ക്ലിയർ ആയിട്ട് ഞാൻ ഇന്ന് പകൽ പറയാം. If you are following God because of the positions that you are getting or you look forward to, then the whole attitude, the understanding is lost. Hallelujah. Amen. Okay, നമുക്ക് മടങ്ങി വരാം. Let's come back. നമുക്ക് അപ്പോൾ ഇവിടെ മടങ്ങി വരാം. Jesus is asking people and telling that you must love the Lord your God. യേശുക്രിസ്തു ഇവിടെ പറയുന്നത് ഇതാണ്, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ നാം സ്നേഹിക്കണം. ഇനി ഞാൻ ആവേശം കയറി അടുത്ത അരമണിക്കൂറും കൂടി ഇത് പ്രസംഗിച്ചാൽ ഇതിനകത്ത് മാറ്റം സംഭവിക്കാൻ വരുന്നില്ലെന്ന് എനിക്ക് നന്നായിട്ട് ബോധ്യമുള്ളതുകൊണ്ട് ശാന്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. I have a full understanding that even if I preach for next half an hour with full zeal, nothing is going to happen. So let me tell something calmly. ഈ പറയുന്ന കാര്യം ഒരു ഇമോഷണൽ തലത്തിൽ വെച്ച് സോൾവ് ചെയ്യേണ്ടതല്ല. ഇതിന്റെ അകത്ത് ആഴത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാലേ കാര്യം നടക്കത്തുള്ളൂ. What I'm going to tell, it cannot be solved from an emotional perspective, but you should understand deep in your heart how you should change. ഇത് കഴിഞ്ഞിട്ട് ഒരു പാട്ടും പാടി 2 കൈയും കൊട്ടി പോകൊണ്ട് ഇത് സോൾവ് ആകത്തില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചു വരണം എൻ്റെ കൂടെ. This issue cannot be solved by with a song and make some noise. So Jesus wants us to love him with all our heart, with all our soul and with all our mind. യേശുവിനെ യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ പിൻപറ്റണം, സ്നേഹിക്കണമെന്ന് ആഗ്രഹമുണ്ട്. And Amaziah, what happened is he did what was right in the Lord's sight, but not wholeheartedly. അമസ്യാവിനെ കുറിച്ച് നാം ഇവിടെ വായിക്കുന്നത് ഇതാണ്, യഹോവയ്ക്ക് പ്രസാദമായത് ചെയ്തു, എന്നാൽ പൂർണ്ണ ഹൃദയത്തോടെ അല്ല താനും. Now I'm going to bring back to you 3 things this morning. 3 കാര്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ ഞാൻ കൊണ്ടുവരട്ടെ. Very simple. ലളിതമായ 3 കാര്യങ്ങൾ. What happens if we follow Jesus with half-heartedness? പകുതി ഹൃദയത്തോടെ യേശുവിനെ പിൻപറ്റിയാൽ എന്ത് സംഭവിക്കും? We are going to look from this king's life. ഈ രാജാവിന്റെ ജീവനിൽ നിന്ന് നാം പഠിക്കാം. I want to bring 3 things to you. For number 1, ഒന്നാമത്തെ കാര്യം, he failed to remove things which had to be removed. മാറ്റിക്കളയേണ്ട കാര്യങ്ങൾ മാറ്റുവാൻ തനിക്ക് സാധിച്ചില്ല. 1 Kings 14:3 and 4 says, 1 രാജാക്കന്മാർ 14:4 മുതൽ ഇങ്ങനെ വായിക്കുന്നു. 3-4, he did what was right in the Lord's sight, but not like his ancestor David. He did everything his father Josiah had done. Joash. I just came back to saying Josiah so many times. Joash had done, yet the high places were not taken away, and the people continued sacrificing and burning incense on the high places. അവൻ യഹോവയ്ക്ക് പ്രസാദമുള്ളതും
ചെയ്തു. തൻ്റെ പിതാവായ ദാവീദ് എന്ന പോലെ അല്ല താനും, തൻ്റെ അപ്പനായ യോവാഷ് ചെയ്തതുപോലെ ഒക്കെയും അവൻ ചെയ്തു. എങ്കിലും പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല. ജനം പൂജാഗിരികളിൽ യാഗം കഴിച്ചും ധൂപം കാട്ടിയും പോന്നു. So what happens when we don't follow him wholeheartedly is we will fail to remove things which must be removed. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ യേശുവിനെ പിൻപറ്റിയില്ല എങ്കിൽ നാം നീക്കിക്കളയേണ്ട കാര്യങ്ങൾ നാം നീക്കാതെ അവിടെ തന്നെ തുടരാൻ അനുവദിക്കും. In Hindi there is a song I think which goes like this, jab se pyara Yeshu aaya mera jeevan badal gaya. It says from the time Christ came into my life was completely changed. ഹിന്ദിയിൽ ഇങ്ങനെ ഒരു ഗാനമുണ്ട്. യേശു എൻ്റെ ജീവിതത്തിൽ വന്നത് മുതൽ എൻ്റെ ജീവിതത്തിന് വളരെയധികം രൂപാന്തരം മാറ്റം സംഭവിച്ചു. How did that change come? എങ്ങനെയാണ് ആ മാറ്റം സംഭവിച്ചത്? How can change come in a person's life? ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് മാറ്റം സംഭവിക്കുന്നത്? Change can come. For a change to come you have to take at least 2 actions. രണ്ട് പ്രവൃത്തികളെങ്കിലും ചെയ്യണം. Add new things into your life. പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യണം. Remove certain things from your life. ജീവിതത്തിലുള്ള ചില കാര്യങ്ങൾ നീക്കിക്കളയണം. Very simple. അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. Very simple. You have to either remove things from your life and add things into your life. ചില കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റണം, പുതിയ ചില കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണം. If I say that somebody has changed the car, what does it mean? It means the old car is gone, the new car has been brought. ഞാനിപ്പോൾ പറയാണ് ഇന്നയാള് കാർ മാറ്റി എന്ന് പറഞ്ഞാൽ പഴയ കാർ കൊടുത്തു, നീക്കിക്കളഞ്ഞു, പുതിയ കാർ വാങ്ങിച്ചു. So certain things have to be removed. ചില കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റണം, and certain things have to be added. ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. But nowadays some things get added. ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് ചില കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരും, some things gets removed. ചില കാര്യങ്ങൾ മാറ്റും. Everything doesn't get added and everything doesn't get removed. കൂട്ടിച്ചേർക്കേണ്ടതെല്ലാം കൂട്ടിച്ചേർക്കുന്നില്ല, മാറ്റേണ്ടതെല്ലാം മാറ്റുന്നതില്ല. People are more and less staying in a comfort zone. ജനം കൂടുതൽ ആ ഒരു കംഫർട്ട് സോണിൽ സുഖകരമായ ജീവിതം ജീവിച്ച് മുന്നോട്ട് പോകുന്നു. They know, അവർക്കറിയാം, they know that ഇന്ന കാര്യങ്ങൾ മാറ്റണമെന്ന് അറിയാം. They know that there are certain അറിയാൻ മേലൊന്നുമല്ല. They know that there are certain things that should be removed from their life. വചന ശുശ്രൂഷ നടക്കുമ്പോൾ, when the ministry of the word is വേദപുസ്തകം വായിക്കുമ്പോൾ, when the scriptures are being read, സൺഡേ സ്കൂൾ പഠിക്കുമ്പോൾ, when Sunday school is being taught, ചില പ്രസംഗം എവിടെയെങ്കിലും കേൾക്കുമ്പോൾ, when you are listening to a message, അവർക്കറിയാം ഇതൊക്കെ മാറ്റേണ്ട കാര്യങ്ങളാണ്. They know there are certain things that they should remove. പക്ഷേ മാറ്റാനുള്ള മനസ്സില്ല. But they don't have the heart, the desire to മാറ്റാൻ change ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല. They are not taking the first steps to സ്റ്റക്കായി കിടക്കുക. They're stuck in a certain place. അപ്പോൾ തന്നെ അവർക്കറിയാം They already know ചില കാര്യങ്ങൾ കൂട്ടേണ്ട ആവശ്യമുണ്ട്, കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. they have to add certain things into their life. അതിനും അവർ റെഡിയല്ല. Even that they are not taking their steps. അപ്പോൾ ഈ രാജാവ് പുള്ളി എന്താ ചെയ്യുന്നത് അറിയാമോ? പുള്ളിക്ക് രാജാവ് കേട്ട് പുള്ളി കുറച്ച് മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റിയില്ല. ഒന്നാമത്തെ കാര്യം, Number one thing is this king, he did not change certain things that should have been changed. ഇന്ന് പകൽ യേശുവിനെ പിൻപറ്റിയതിനു ശേഷം ജീവിതത്തിൽ നിന്ന് മാറ്റണമെന്ന് അറിയാവുന്ന കാര്യങ്ങൾ മാറ്റാതെ ഇരിക്കുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടോ? Let me ask you, if after following Jesus, are there any things in your lives which you should have changed but you have not changed? ഇനി പുതിയൊരു പ്രവാചകൻ വന്ന് പറയേണ്ട ആവശ്യമില്ല. There is no need for a new prophet to come and ഇനി ആരെങ്കിലും പുതുതായിട്ട് വന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. There is no new person needed to come and tell you നമുക്ക് തന്നെ അറിയാം. We already know this. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഈ ഒരു ഗിൽറ്റിൽ ജീവിക്കേണ്ട വരുന്നത്. That is why we continue to live in this guilty feeling. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും തലപൊക്കി കർത്താവിന്റെ നമ്മൾ ആ വ്യക്തി തന്റെ മകനോട് പറഞ്ഞ പോലെ ആ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നില്ല. That is why just like we listened to that person when he spoke to his son, we are not able to live in joy, in that joyful Christian life with Christ. We are not going enough with Christ. യേശുവിനോട് കൂടെ ആവശ്യത്തിന് നാം നടക്കുന്നില്ല. It is like, Jesus, I need you on Sunday. യേശുവേ അങ്ങേ ആ ഞായറാഴ്ച ദിവസം I need you in my crisis situations. എനിക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്ക് അങ്ങേ ആവശ്യമുണ്ട്. I need you when I am sick. ഞാൻ രോഗിയായിരിക്കുമ്പോൾ എനിക്ക് ആവശ്യമുണ്ട്. I need you, Lord, at times of my need. എനിക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം അങ്ങേ മതി. But other times I am okay without you. അല്ലാത്ത സമയങ്ങളൊക്കെയും അങ്ങില്ലാതെ ജീവിക്കുവാൻ എനിക്ക് തൃപ്തിയാണ്. So first thing is failure to remove things which needs to be removed. ഒന്നാമത്തേതായി നീക്കിക്കളയേണ്ട കാര്യങ്ങൾ നീക്കാതെ ജീവിക്കുന്നു. There are a lot of things, but I just want to summarize and tell you these things. Second thing I want to tell you is he brought forbidden things during the times of victory. രണ്ടാമതായി പറയാനുള്ളത് താൻ ചെയ്യുവാൻ പാടില്ല മുടക്കിയിരുന്ന കാര്യങ്ങൾ താൻ ജയം ലഭിച്ചപ്പോൾ താൻ കൊണ്ടുവന്നു.
When you read 2 Chronicles 24, 14 and 15, രണ്ട് ദിനവൃത്താന്തം 24-ന്റെ 14-ഉം 15-ഉം, yeah. 24-ാം അധ്യായം 14-ഉം 15-ഉം 25-ാം അധ്യായം, sorry, 25. 25, 14-ഉം 15-ഉം It വാക്യങ്ങൾ. says, when King Amaziah returned from slaughtering the Edomites, he brought with him idols taken from the people of Seir. He set them up on his own gods, bowed down in front of them, and offered sacrifices to them. This made the Lord very angry. And he sent a prophet to ask. Yeah, go ahead. എന്നാൽ അമസ്യാവ് ഏദോമ്യരെ സംഹരിച്ചു മടങ്ങി വന്ന ശേഷം അവൻ സീയരുടെ ദേവന്മാരെ കൊണ്ടുവന്ന് അവയെ തനിക്ക് ദേവന്മാരാക്കി നിർത്തി അവയുടെ മുൻപാകെ നമസ്കരിക്കുകയും അവയ്ക്ക് ധൂപം കാട്ടുകയും ചെയ്തു. അതുകൊണ്ട് യഹോവയുടെ കോപം അമസ്യാവിന് നേരെ ജ്വലിച്ചു. അവനൊരു പ്രവാചകനെ തന്റെ അടുക്കൽ അയച്ചു. Why do you turn to gods who could not even save their own people from you? നിന്റെ കയ്യിൽ നിന്ന് തങ്ങളുടെ സ്വന്തം ജനത്തെ രക്ഷിക്കുവാൻ കഴിയാത്ത ജാതികളുടെ ദേവന്മാരെ നീ അന്വേഷിച്ചത് എന്ത്? See, he had a victory. തനിക്ക് ഇവിടെ ഒരു വിജയം ലഭിക്കുകയാണ്. But at that time, what did he do? ആ സമയത്ത് താൻ എന്ത് ചെയ്തു? He added things, he brought things which was forbidden. തനിക്ക് ചെയ്യരുതായിരുന്ന, തനിക്ക് വിലക്കുണ്ടായിരുന്ന കാര്യങ്ങളെ താൻ കൊണ്ടുവന്നു. He brought gods from there. അവരുടെ ദേവന്മാരെ കൊണ്ടുവന്നു. He set them up as his own gods. തന്റെ സ്വന്തം ദൈവമായി അവരെ He bowed down in front of them അതിന്റെ മുൻപാകെ താൻ and offered sacrifices to them. അവർക്ക് ധൂപം കാട്ടി അവർക്ക് യാഗം കഴിച്ചു. This made Lord very angry. അത് യഹോവയുടെ കോപം അമസ്യാവിന് നേരെ. Look at that words. This made Lord very angry. അതുകൊണ്ട് യഹോവയുടെ കോപം അമസ്യാവിന് നേരെ ജ്വലിച്ചു. During the seasons of victories in our life, വിജയം ലഭിക്കുന്ന ജയപരമായ സമയങ്ങൾ നമ്മുടെ ജീവിതത്തിലായിരിക്കുമ്പോൾ, there are times in your life where God gives you victories. നമ്മുടെ ജീവിതത്തിൽ ജയം ലഭിക്കുന്ന ജയമുള്ള സമയങ്ങളുണ്ടാകും. There will be times of peace. നമുക്ക് സമാധാനമുള്ള സമയങ്ങൾ ജീവിതത്തിലുണ്ടാകും. Times when finances will be overflowing. നമ്മുടെ ജീവിതത്തിൽ പണപരമായി അത് നമുക്ക് അധികമായി നമ്മുടെ കയ്യിലുള്ള സമയങ്ങളുണ്ടാകും. From constraint you may have a time of abundance. ഞെരുക്കത്തിൽ നിന്ന് ധാരാളത്തിലുള്ള സമയമുണ്ടാകും. You may be enjoying victory in many areas of your life. ജീവിതത്തിൽ പല കാര്യങ്ങളിലും ജയം അനുഭവിക്കുന്ന സമയങ്ങളുണ്ടാകും. At workplace you are experiencing everything fine. എല്ലാം നാം നോക്കുമ്പോൾ ജീവിതത്തിൽ എല്ലാം നല്ല സുഖമായിരിക്കുന്നു. School grades are all great. സ്കൂളിൽ നല്ല ഗ്രേഡുകളുണ്ട്. But remember, എന്നാൽ ഓർക്കുക, during the times of your victory, ഈ ജയമുള്ള സമയത്ത് do not bring forbidden things into your life. വിലക്കുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ക്ഷണിക്കരുത്. Do not bow down to things which are forbidden by your Lord. ദൈവം വിലക്കിയ കാര്യങ്ങളുടെ മുൻപാകെ നാം നമസ്കരിക്കരുത്. What was the reason? എന്താണ് കാരണം? Why was he able to bring these things very easily? ഇത് വളരെ എളുപ്പത്തിൽ തനിക്ക് കൊണ്ടുവരാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? I will tell you the reason. ഞാൻ കാരണം പറയാം. Because even though he did lot of right things, താൻ വളരെ നല്ല കാര്യങ്ങൾ പലതും ചെയ്തുവെങ്കിലും, he was not following the Lord wholeheartedly. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സേവിച്ചില്ല. When he found some other silly things when he went for the war, യുദ്ധത്തിന് താൻ പോയപ്പോൾ മറ്റു പല കാര്യങ്ങളും കണ്ടപ്പോൾ, he just brought them. അതിനെല്ലാം താൻ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. And God's question is very simple, very interesting actually, not simple, very interesting. The prophet asked that question. ദൈവത്തിന്റെ ചോദ്യം ഇവിടെ വളരെ രസകരമാണ്. Why do you turn to gods who could not even save their own people from you? അവരുടെ സ്വന്തം ജനത്തെ രക്ഷിക്കുവാൻ കഴിയാത്ത ആ ദേവന്മാരെ നീ എന്തിനു കൊണ്ടുവന്നു? ഞാൻ സീരിയസ് ആയിട്ട് കുറച്ച് കാര്യം പറയാൻ പോവാ. Let me ask you something seriously. എടാ, ജാതികൾ പരാജയപ്പെട്ട പ്രവണതകൾ എന്തിനാ നീ നിന്റെ വീട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത്? Why are you bringing things which the world has failed on it? Why do you bring that into your home? അനേകരെ ഒരു കാലത്ത് തകർത്തത് നിമിത്തം മാറി നിൽക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ നിന്റെ ജയത്തിന്റെ കാലഘട്ടത്തിൽ നീ എന്തിനാ നിന്റെ അകത്ത് കൊണ്ടുവന്നതെന്ന്? There are many things which destroyed other people. Knowing that, why do you bring that into your own lives, into the times of victory? നമ്മൾ നോക്കുമ്പോൾ, when we look around, there are so many things which has been added to people who claim to be the people of God, which were forbidden and which should not be in their tents. നമ്മുടെ ചുറ്റും നാം നോക്കുമ്പോൾ പലരുടെയും ജീവിതത്തിൽ, ക്രിസ്ത്യാനികൾ എന്ന ദൈവത്തെ പിൻപറ്റുന്നവർ എന്ന് പറയുന്നവരുടെ ജീവിതത്തിൽ വിലക്കപ്പെട്ട പല കാര്യങ്ങളുമുണ്ട്. അത് കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്കറിയാം. We have brought a lot of things. അങ്ങനെ പലതും നമ്മുടെ കൂടാരങ്ങളിൽ നാം കൊണ്ടുവന്നിട്ടുണ്ട്. Once I'm not going to name the person. Once a person who doesn't have a lot of experience in faith, വിശ്വാസ ജീവിതത്തിൽ അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു വ്യക്തി once came and asked me a question. ഒരു ചോദ്യം എന്നോട് ചോദിച്ചു. They said, one of our friend has given us
this little idol from India. ഇന്ത്യയിൽ നിന്ന് ഈ ഒരു വിഗ്രഹം എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ They കൊണ്ടുവന്നു. gifted us അത് ഗിഫ്റ്റ് ആയിട്ടാണ് തന്നത്. and asked me to put it on my work desk. അത് എൻ്റെ വർക്ക് ഡെസ്കിൽ വെക്കാൻ പറഞ്ഞു. What should I do? ഞാൻ എന്ത് ചെയ്യണം? You know, he was innocent enough to ask that question. താൻ വളരെ ഇന്നസെന്റ് ആയിട്ടാണ് ആ ചോദ്യം ചോദിച്ചത്. I said what it is. ഞാൻ ചോദിച്ചു എന്താണത്? And I understood what it is. എനിക്ക് മനസ്സിലായി അത് എന്താണെന്ന്. I understood it's an idol of a god. അതൊരു ദൈവത്തിന്റെ വിഗ്രഹമാണെന്ന് മനസ്സിലായി. It is forbidden. അത് നമുക്ക് വിലക്കപ്പെട്ടതാണ്. I said no, throw it out. ഞാൻ പറഞ്ഞു അത് കളയണം. അത് No need of that. അതിന്റെ ആവശ്യം നമുക്കില്ല. Already there are a lot of battles. ഇപ്പോൾ തന്നെ നമുക്ക് യുദ്ധങ്ങൾ അനേകമുണ്ട്. No need to add more battles into life. ഇനിയും കൂടുതൽ യുദ്ധം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ല. But think about our own life in many ways. നമ്മുടെ ജീവൻ തന്നെ നോക്കുക പല കാര്യങ്ങളിലും. We sometimes without even thinking add so many things. നാം ചിന്തിക്കാതെ തന്നെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാറില്ലേ? And that results in our defeat. അത് നമ്മുടെ പരാജയത്തിലേക്ക് നമ്മെ What is the നയിക്കും. biggest defeat? എന്താണ് ഏറ്റവും വലിയ പരാജയം? God was angry with him. ദൈവത്തിന്റെ കോപം ജ്വലിച്ചു. God was really upset with this person. ദൈവത്തിന് തന്നോട് വളരെയധികം ദേഷ്യമുണ്ടായി. So two things very simply I said. Number one is he failed to remove things which had to be removed. Second thing is he brought forbidden things during the times of his victory. നീക്കിക്കളയേണ്ടത് തന്റെ ജീവിതത്തിൽ നിന്ന് തന്റെ ഭരണത്തിൽ നിന്ന് താൻ മാറ്റിയില്ല, എന്നാൽ വിലക്കപ്പെട്ടത് തന്റെ ജീവിതത്തിലേക്ക് നയിച്ചു. During the times of victory it is very easy to be relaxed. ജയിച്ചു പോകുന്ന ആ ഒരു സമയത്തിൽ റിലാക്സ്ഡ് ആയിട്ട് മുന്നോട്ട് പോകുന്ന എളുപ്പമാണ്. When feast is going it's very difficult, it's very easy to slip away. നാം വളരെ ധാരാളമായിരിക്കുന്ന സമയത്ത് വഴുതി പോകുന്നത് എളുപ്പമാണ്. അല്ല, കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തെറ്റിപ്പോകാൻ സാധ്യത കൂടുതലുണ്ട്. അത് മനസ്സിലായതുകൊണ്ട് ഇയ്യോബ് എന്നും രാവിലെ എഴുന്നേറ്റ് തൻ്റെ മക്കളുടെ വീട്ടിൽ ഒരു പാർട്ടി തലേദിവസം നടന്ന പിറ്റേ ദിവസം രാവിലെ പുള്ളി എഴുന്നേറ്റ് എന്ത് ചെയ്യുമായിരുന്നു? He was offering sacrifices, ഓഫർ ചെയ്യുമായിരുന്നു. When you are eating and drinking, it is very easy to slip away and fall away from the grace. That is why Job, even in his time of prosperity, he used to worship God. അതുകൊണ്ടാണ് കഴിക്കാനും കുടിക്കാനും ഒക്കെ കൂടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, വാക്കുകൾ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. കാരണം അങ്ങനെയുള്ള ആഘോഷത്തിന്റെ വേളകളിൽ ദൈവത്തെ പോലും ശപിക്കാൻ സാധ്യതയുണ്ട്. അത് ഇയ്യോബ് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇയ്യോബ് പാർട്ടി നടന്നെന്ന് അറിഞ്ഞ ഉടനെ ഇയ്യോബ് പിറ്റേ ദിവസം രാവിലെ എന്താണ് പുള്ളി യാഗം കഴിക്കാൻ വേണ്ടി റെഡിയാവും. We should remember that we should be careful when we gather together for partying. We should remember not to say to blaspheme, or we should be very careful with all the things that we do. Job knew that is why the day after he feasted, he sacrificed to God. മക്കളെല്ലാം കൂടെ ടേൺ എടുത്ത് പാർട്ടി നടത്തി കഴിയുമ്പോൾ അപ്പച്ചൻ എന്തോ ചെയ്യുന്നത്? അപ്പച്ചൻ എല്ലാ ദിവസവും രാവിലെ പിറ്റേ ദിവസം രാവിലെ എല്ലാവരെയും വിളിച്ച് ശുദ്ധീകരണ പ്രക്രിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് മനസ്സിലാക്കണം, ആ ഇയ്യോബിനെ പറ്റി നമ്മൾ ഇയ്യോബ് ദൈവസന്നിധിയിൽ നീതിയോടെ നിന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. His children are partying day after day, and every day morning Job has to sacrifice and be in the presence and the grace of God. ഇയ്യോബിന്റെ കഷ്ടതയുടെ കാലത്ത് ദൈവത്തെ തള്ളി പറയാൻ നിന്ന കാര്യത്തെ പറ്റി നമ്മൾ പറയാറുണ്ട്. We talk about Job during his time of crisis, difficulty, that he was ready to forsake God. പക്ഷേ ഈ ഭക്തന്റെ ആത്മീക കാഴ്ചപ്പാടിന്റെ ആഴം എത്രയാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. But we should understand the depth of his understanding of God. കാരണം അത്രയും പ്രതിസന്ധി വന്നപ്പോഴും ദൈവത്തെ ശപിക്കാതെ ഭാര്യ പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞിട്ട് തൻ്റെ ജീവിതത്തിന്റെ അവസ്ഥ അത്രയും ദുരിതമായിട്ടും ഇന്റഗ്രിറ്റിയോടെ ദൈവത്തിൽ നിന്നവനാണ് ഇയ്യോബ്. ഈ ഇയ്യോബിന് അകത്തുണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു, എടാ ഇവരെല്ലാം കൂടി ഇനി ഇവരെങ്ങാണ് ശപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിച്ച് അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള he was taking care of അത് താൻ ചെയ്യുകയായിരുന്നു. Even at in a big crisis, a troublesome time, Job was pushed to forsake God, but he still stood firm in faith and did not forsake God. We can understand that from his life, that he had a different understanding, perspective of God and how he should live. ചില ആൾക്കാർ അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കാറുണ്ട്. Some people consider it very seriously. ചിലർ അത് വളരെ ഈസി ആയിട്ടാണ് തള്ളി കിട്ടുന്നത്. Some people take it are very ignorant about it. കുറച്ച് നാൾ മുമ്പ് എന്നോട് ഒരു ദേവാസൻ ഇങ്ങനെ ഒരു കാര്യം എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. അപ്പോൾ എന്നോട് ഒരു കാര്യം പറഞ്ഞു. One man of God once shared an experience with me. അദ്ദേഹം ഒരു സ്ഥലത്ത് കടന്നു പോയപ്പോൾ he went to a place. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് പോയതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്ദേശത്തോടെ പോയതല്ല, അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ എന്തോ ഒരു പാപം അല്ലെങ്കിൽ താൻ ഒരിക്കലും എൻകൗണ്ടർ ചെയ്യേണ്ടാത്ത ഒരു സംഭവം പുള്ളി കണ്ടു. It was unintentionally, but he went to a certain place and he saw something which was sinful, and he saw it. അദ്ദേഹം പറഞ്ഞു, പിറ്റേ ദിവസം മുതൽ ഞാൻ 7 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. Right from the day after, he started 7 days fasting and praying. തന്റെ അകത്ത് അതുപോലെ ഒരു താനൊന്നും ചെയ്തതല്ല, പക്ഷെ തന്റെ അകത്തൊരു വലിയൊരു ബോധം വന്നു, ഞാനൊരു മ്ലേച്ഛത,
അത് നിമിത്തം ഞാൻ എൻ്റെ ദൈവസന്നിധിയിൽ ഞാൻ അശുദ്ധനായി തീർന്നു എന്നുള്ള ഒരു ചിന്ത തൻ്റെ അകത്ത് കയറി. He did not go to or do a sin intentionally, but he saw something accidentally, and he had that conscious conviction that he did something, and he had to get right in the presence of God. തൻ്റെ ദൃഷ്ടിയിൽ പതിച്ച മ്ലേച്ഛത നിമിത്തം താൻ ദൈവസന്നിധിയിൽ മുഴങ്കാലിൽ വീണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. What he saw accidentally with his eyes, he had to get in the presence of God and pray and fast in God's അദ്ദേഹം എന്നോട് presence. ഇങ്ങനെ പറഞ്ഞു, 4-ാം ദിവസം On day 4, he said this to me. പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു ദേവദാസൻ അവിടെ ചെന്നു. There was a man of God, unexpectedly he came there. അവിടെ കണ്ടു യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നതാ. He was traveling and he came there. അപ്പോൾ ഇദ്ദേഹം പ്രാർത്ഥിക്കുകയെന്ന് കണ്ടപ്പോൾ, അല്ലെങ്കിൽ ഉപവാസം എന്ന് കണ്ടപ്പോൾ അവരും കുറച്ചു നേരം പ്രാർത്ഥിക്കാനിരുന്നു. So he understood that this man of God was fasting, so he വിഷയമൊന്നും joined പറഞ്ഞില്ല, together. വിഷയമൊന്നും പറഞ്ഞില്ല. He did not say what the matter was. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, That man of God, when he was praying, he said ദൈവം this. ശുദ്ധീകരിച്ചതിനെ ഹല്ലേലൂയ ആർക്ക് കുറ്റം വിധിക്കാൻ പറ്റും? Who can accuse what God has purified? അപ്പം അതൊന്നും വിഷയമല്ല. ഞാനത് പറഞ്ഞത് അത്രയ്ക്ക് സെൻസിറ്റിവിറ്റി തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതായത് താൻ ഏർപ്പെടാത്ത ഒരു മ്ലേച്ഛത കണ്ട് നിമിത്തം ദൈവസന്നിധിയിൽ പോയി കരഞ്ഞ് ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം. Why I explained this to you or told this event is because the sensitivity of the person, when he did something accidentally, when he saw something accidentally, he had the heart to be in God's presence and to purify him, consecrate himself. ഒന്നും കൂടെ പറയാം, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ പിൻപറ്റാതെ ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നവന്റെ ഉള്ളിൽ ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടാകത്തില്ല. The people who are doing things, maybe pleasing things in the eyes of God, but not wholeheartedly, he will not have such sensitivity to things ഒരു like കാര്യം this. ചോദിച്ചേ, വേണ്ടാത്ത എന്തെങ്കിലും നമ്മുടെ ദൃഷ്ടിയിൽ പതിഞ്ഞാൽ, അല്ലെങ്കിൽ വേണ്ടാത്ത എന്തെങ്കിലും വാക്കുകൾ നമ്മൾ കേട്ടാൽ പറഞ്ഞാൽ, അതിന്റെ മുമ്പിൽ ദൈവസന്നിധിയിൽ പാടെ വീണ് കർത്താവേ എന്നെ ശുദ്ധീകരിക്കണമേ, ആ ഒരു സെൻസിറ്റിവിറ്റി ലെവൽ ഈ ദിവസങ്ങളിൽ ദൈവസഭയ്ക്കുണ്ടോ, ദൈവമക്കൾക്കുണ്ടോ? Let me ask this once more. Do we have that sensitivity within us? If we say something wrongfully, if we see something sinful, do we have that conviction to be in the presence of God, ask his forgiveness and be in with him? ഇന്ന് ഈ സഭയ്ക്കകത്തിരുന്നോ അല്ലെ ഓൺലൈനിൽ കൂടെ കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, മ്ലേച്ഛതയും ചീത്ത വാക്കുകളും ഉള്ള കോമഡികൾ കേട്ട് നീയും കോമാളിത്തരം പോലെ നീയും കോമഡി കാണിച്ചുകൊണ്ടിരുന്ന് ചിരിക്കുകയാണോ, അതോ അതെൻ്റെ ഒരു വിശുദ്ധനായി ജീവിക്കുന്ന എന്നെ അശുദ്ധമാക്കുന്നതാണെന്ന് പറഞ്ഞ് അത് മാറി വേർപെട്ട ഒരു ജീവിതം നമുക്കുണ്ടോ? Let me ask you, whoever is listening to me in the sanctuary or online, are you listening to things which are wicked and sinful and bad words? Are you listening, and are you joyful in that, or are you convicted and are you coming in the presence of God? ലോകത്തിൽ നമുക്ക് രസം തരുന്ന പലതും അതിൻ്റെ അകത്ത് പാപത്തിന്റെ ചൊവയുണ്ട്, വിഷം കലർത്തിയിട്ടുണ്ട്. അതിനെ കാണുമ്പോൾ അല്ലെങ്കിൽ അതിനെ കേൾക്കുമ്പോൾ ഉള്ളിൽ നൊമ്പരപ്പെടുന്ന അല്ലെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ വേദനിക്കുന്ന അനുഭവം നമുക്കുണ്ടോ? There are things in this world which might feel entertainment or give you joy, but inside it is mixed with poison, mixed with sin. When we see that, when we hear that, do we have the conviction deep inside? Do we know that we are guilty? ചില സ്ഥലത്ത് പാസ്റ്റർമാർക്ക് പോയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടിയാ. ടിവിയും കുറച്ചൊക്കെ എല്ലാം കൂടെ ഓഫ് ചെയ്തിട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു അവസരങ്ങളും ഉണ്ടാക്കുന്നത്. Some places when pastors go just to pray and come out, it is difficult because they have to turn the television and all the other entertainment in that house. ചിലയിടത്ത് ഇതെല്ലാം ഓടുമ്പോൾ തന്നെ അങ്ങ് പ്രാർത്ഥിച്ചിട്ട് പൊക്കോളാനാ പറയുന്നത്. And some places all these are running at the background and pastors are asked to pray and leave. ഞാൻ പറയട്ടെ, നീ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിന്റെ കുടുംബ പ്രാർത്ഥന നടക്കുമ്പോൾ, let me say this, when you are in the presence of God, when you are praying or when you are with family prayer, ഏകാഗ്രത ഉണ്ടായിരിക്കണം. you should have the concentration. ഹല്ലേലൂയ. അപ്പോൾ വിക്ടോറിയസ് ടൈംസിൽ, വിജയത്തിന്റെ കാലഘട്ടത്തിൽ, during victorious times, സ്ലിപ്പാകാൻ സാധ്യത കൂടുതലാ. there are times that we may fall away. അവിടെ സൂക്ഷിക്കണം. At that time we should be careful. ദാവീദിന്റെ കാര്യം അറിയാമല്ലോ, പോകുന്നില്ല അതിലേക്ക്. You know about David, let me not go there. ദാവീദ് എല്ലാം യുദ്ധം ചെയ്യാൻ ആളുണ്ട്, ഇപ്പം പോകേണ്ട തന്നെ യുദ്ധത്തിന് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് പുള്ളി വേണ്ടാത്ത കാര്യത്തിൽ ഇടപെട്ടു പോയത്. There was a time in his life when he doesn't have to go for wars. There are people who will go on his behalf. At that time he slipped and fell. Never misunderstand that the times of peace and calmness which God gives you is not a time for you to relax
and fall down. Rather, those are the times you can use more for His glory. ദൈവം നൽകുന്ന വിജയത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ, സമാധാനത്തിന്റെ സമയം അതൊരിക്കലും നാം തെറ്റിദ്ധരിക്കരുത്. വഴുതി വീഴുവാൻ, തെറ്റിപ്പോകുവാൻ, സുഖകരമായ ഒരു ജീവിതം ജീവിക്കാനുള്ള സമയമല്ല അത്. If you lax, there is a high possibility that the tempter is waiting there to drag you along with him. ആ സമയത്ത് ശ്രദ്ധയോടെ അല്ല നാം ജീവിക്കുന്നതെങ്കിൽ നമ്മളെ വീഴ്ത്തുവാൻ ശത്രു നമ്മുടെ മുൻപിൽ തന്നെയുണ്ട്. The reason I am saying these things because all around we are seeing a lot of things. So it is very important that we are careful in how we are pursuing God. ഞാനിത് പറയുന്നത് നാം വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. നമ്മുടെ ചുറ്റും പലരും വീണുകൊണ്ടിരിക്കുന്നു. നമ്മൾ ശ്രദ്ധയോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കണം. We can't just be ignorant of these things and say God bless you and everything is gone. Good. ഈ കാര്യങ്ങളൊന്നും നാം അറിഞ്ഞിട്ട് അതിനെ നോക്കാതെ നാം വെറുതെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു പോകുവാനുള്ളതല്ല. Last I want to tell one more thing and we are going to pray. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. He became overconfident. തനിക്ക് ആത്മവിശ്വാസം കൂടുതൽ ലഭിച്ചു. And he resisted God's voice. ദൈവത്തിന്റെ വാക്കുകൾ The people who don't follow God wholeheartedly can become overconfident and they will resist God's voice. ദൈവത്തിനെ പൂർണ്ണ ഹൃദയത്തോടെ പിൻപറ്റാത്തവർ ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കാതെ അതിനെ തള്ളിപ്പറയുന്നവരായിരിക്കും. When this word came to this king Amaziah, what did he do? ഈ വാചകം, ഈ പ്രവാചകൻ ഈ കാര്യം അമസ്യാവിനോട് പറഞ്ഞപ്പോൾ താൻ എന്താണ് ചെയ്തത്? Verse 16 says, but the king interrupted him and said, since when have I made you the king's counselor? Be quiet now before I have you killed. ഇവിടെ 16 വാക്യത്തിൽ ഇങ്ങനെയാണ്, അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാജാവ് അവനോട്, ഞങ്ങൾ നിന്നെ രാജാവിന് മന്ത്രിയാക്കി വെച്ചിട്ടുണ്ടോ? മതി, നീ വെറുതെ വെട്ടുകൊണ്ട് ചാകരുത്. So the prophet stopped with this warning. I know that God has determined to destroy you because you have done this and have refused to accept my counsel. അങ്ങനെ പ്രവാചകൻ മതിയാക്കി, നീ എൻ്റെ ആലോചന കേൾക്കാതെ ഇത് ചെയ്തതുകൊണ്ട് ദൈവം നിന്നെ നശിപ്പിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. And after consulting with his advisors, King Amaziah of Judah sent this challenge to Israel's king Jehoash, the son of Jehoahaz and grandson of Jehu, come and meet me in a battle. അനന്തരം യഹൂദ രാജാവായ അമസ്യാവ് ആലോചന കഴിച്ചിട്ട് ഇസ്രായേൽ രാജാവായ യേഹൂവിന്റെ മകനായ യഹോവാസിന്റെ മകൻ യോവാഷിന്റെ അടുക്കൽ ആളെ അയച്ചു, വരിക, നാം തമ്മിൽ ഒന്ന് നോക്കാം എന്ന് പറഞ്ഞു. He became overconfident. തനിക്ക് ആത്മവിശ്വാസം കൂടി. വാടാ, നമുക്കൊന്ന് യുദ്ധം ചെയ്ത് നോക്കാം, നമുക്കൊന്ന് അടിയിട്ട് നോക്കാം. Come, let's try on a battle. ചിലരുടെ വാക്കൊക്കെ കേൾക്കുമ്പോൾ അറിയാം, sometimes when you listen to certain people, അഹങ്കാരത്തിന്റെ വാക്കുകളാ. they have that words of arrogance. ഒരിക്കലും ദൈവസന്നിധിയിൽ അഹങ്കാരത്തിന്റെ ദൈവസന്നിധിയിലല്ല എങ്ങും അഹങ്കാരത്തിന്റെ വാക്ക് പറയല്ലേ. Not just in the presence of God. There is a saying, pride comes before fall. Do not say words of arrogance in any place. Pride comes before fall. അഹങ്കാരം ഒരു വീഴ്ചയ്ക്ക് മുൻപ് വരുന്നതാണല്ലോ. Yes, pride comes before fall. അഹങ്കാരം വീഴ്ചയ്ക്ക് മുൻപാണ്. We should not be arrogant. നാം ഒരിക്കലും We should not be overconfident in ourselves. ആത്മവിശ്വാസം കൂടുതലാകരുത്. You know why? എന്തുകൊണ്ടാണ്? You are just one breath. നാം ഒരു ശ്വാസം മാത്രം. One breath away. ഒരു ശ്വാസം അകലെ. എത്ര അഹങ്കാരത്തിന്റെ വാക്ക് പറഞ്ഞാലും, how much ever arrogant you are, അകത്തോട്ടെടുത്ത ശ്വാസം പുറത്തോട്ട് പോയി പിന്നെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിന്റെ സകല അഹങ്കാരവും തീരും. if you took one breath, if it does not go out, everything is over. പണത്തിന് കഴിയുമായിരുന്നെങ്കിൽ, if money could do something, പവറിന് കഴിയുമായിരുന്നെങ്കിൽ, power could solve things, വേറെ എന്തെങ്കിലും കഴിയുമായിരുന്നെങ്കിൽ, if any other thing could have done ലോകത്തിൽ ഇന്ന് അനേകം മനുഷ്യർ ഇന്നും ഉണ്ടായിരുന്നേനെ. many people would have still been alive now. സ്റ്റീവ് ജോബ്സ് ഇന്നും ജീവനോടെ കണ്ടേനെ. Steve Jobs will still be alive. അതുപോലെ എത്രയോ പേരെ കണ്ടേനെ. How many such people will still be alive? പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, but we know one thing, ഒരു പരിധിക്കപ്പുറത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. after a certain limit we cannot do anything more. കോവിഡ് കാലത്ത് ഇങ്ങനെ ഞാൻ കേട്ടു, during the times of COVID I heard this, എത്ര പൈസ വേണേലും തരാം, I can give you how much ever money. ഓക്സിജൻ സിലിണ്ടർ തരാമോ എന്ന് ചോദിക്കുന്ന അവസ്ഥ. Can you provide oxygen cylinder? എന്നിട്ടും കിട്ടുന്നില്ല. Still not getting. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ലൈഫിൽ അഹങ്കാരമല്ല ഓവർ കോൺഫിഡൻസ് വരാൻ പാടില്ല. We should never have the overconfidence or the arrogance in our lives. ഒരു കാര്യത്തിലും in no matters. ഓവർ കോൺഫിഡൻസ് പാടില്ല. We should not have overconfidence. ഓവർ കോൺഫിഡൻസ് വന്നാൽ, if we become overconfident, അപ്പോൾ ഇവിടെ രണ്ട് സംഭവങ്ങളാണ്. ഒന്ന്, അവൻ ഓവർ കോൺഫിഡൻസ് വന്നു. രണ്ട്, അവൻ ദൈവത്തിന്റെ ശബ്ദത്തെ റെസിസ്റ്റ് ചെയ്തു. Two things Amaziah does. He became overconfident. Number two, he resisted the voice of God. And 27 വാക്യം വായിക്കാം. Let's read verse 29. After Amaziah has turned away from the Lord, there was a conspiracy against his life in Jerusalem, and he fled to
Lachish, but his enemies sent assassins after him, and they killed him there. They brought his body back on a horse, and he was buried with his ancestors in the city of David. അമസ്യാവ് യഹോവയെ വിട്ടുമാറിയ കാലം മുതൽ അവർ യെരൂശലേമിൽ അവന്റെ നേരെ കൂട്ടുകെട്ട് നടത്തി. അത് നിമിത്തം അവൻ ലാഖീഷിലേക്ക് ഓടിപ്പോയി. എന്നാൽ അവൻ ലാഖീഷിൽ അവന്റെ പിന്നാലെ ആളെ അയച്ച് അവിടെ വെച്ച് അവനെ കൊന്നുകളഞ്ഞു. വെണ്ടയ്ക്ക കൊടുത്തിട്ട് വഴുതനങ്ങ കിട്ടിയെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. പുള്ളി അങ്ങോട്ട് വെല്ലുവിളിച്ചൊക്കെയാ, അവസാനം പുള്ളി തന്നെ പരാജയപ്പെട്ടു പോയി. In his life he got the tit for tat. He challenged that side, but he got it back. പ്രവാചകൻ പറഞ്ഞ ശബ്ദം കേട്ടില്ല. He did not listen to the voice of the ദൈവത്തിന്റെ prophet. ശബ്ദത്തെ മറുതലിച്ചു. He rejected the voice of God. ഭയങ്കര കോൺഫിഡൻസ് ആയിപ്പോയി, He was overconfident. തകർന്നുപോയി. He was destroyed. 3 കാര്യങ്ങൾ. 3 things. ദൈവത്തെ ദൈവസന്നിധിയിൽ നമ്മൾ ദൈവത്തെ പിൻപറ്റുമ്പോൾ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ പിൻപറ്റാതെ വരുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള 3 കാര്യങ്ങളാണ് ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞത്. I said 3 things which can happen in our lives if we don't follow God ഒന്ന്, wholeheartedly. മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റാതെ പോകുന്നു. Number 1, the things that we should remove are not removed. രണ്ടാമത്, അതിനോടൊപ്പം തന്നെ കൊണ്ടുവരുന്ന കാര്യങ്ങൾ കൊണ്ടുവരാതെ ഇരിക്കുന്നു, മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റാതെ ഇരിക്കുന്നു. Along with that, the things that you should add in your life are not getting added. 2, ദൈവം സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ദൈവപ്രസാദമില്ലാത്ത പലതും പതുക്കെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഭവനത്തിലും കയറി വരുന്നു. Number 2, the things God has forbidden, the things that God is not pleased, we are bringing slowly into our life. 3, നമ്മുടെ അകത്ത് ഒരു വലിയ ആത്മബലവും ധൈര്യവും ഒരു ഓവർ കോൺഫിഡൻസ് വന്നിട്ട് ദൈവത്തിന്റെ ശബ്ദത്തെ പോലും കേൾക്കാൻ കഴിയാതെ പോകുന്നു. Number 3, in our lives we get to a point where we are so arrogant and overconfident, we don't listen, we don't understand the voice of God. You know, Amaziah shows us അമസ്യാവ് നമ്മെ കാണിക്കുന്നത് that half-hearted commitment to God പകുതി ഹൃദയത്തോടെ ദൈവത്തെ പിൻപറ്റുന്നത് and His word ദൈവത്തിന്റെ വചനവും will lead us to greater, bigger sin later on in life. നമ്മുടെ ജീവിതത്തിൽ പിൻകാലത്തിൽ ഇതിനേക്കാൾ വലിയ പാപത്തിലേക്ക് നമ്മെ നയിക്കും. It will lead us to bigger defeats. വലിയ തോൽവികളിലേക്ക് നയിക്കും. It will prevent us from achieving God's plans and purposes in our life. ദൈവത്തിന്റെ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാതെ വണ്ണം അത് സംഭവിക്കും. It will make us a legalistic or a religious person. ഒരു മതപരമായുള്ള ഒരു ജീവിതത്തിലെ ഒരു ക്രിസ്ത്യാനിയായി നമ്മുടെ ജീവിതത്തിൽ പോകും. It may check all the boxes based on the standards of the world. ഈ ലോകപരമായി നോക്കുമ്പോൾ വെളിയിൽ നിന്ന് കാണുമ്പോൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം Nobody may be able to disqualify you from becoming a committee member or something else. ഒരു കമ്മിറ്റി മെമ്പറോ ഒരു ചർച്ച് മെമ്പറോ ആകുന്നതിൽ നിന്ന് നിങ്ങളെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ സാധിക്കാത്ത. You may become a member of the executive committee also. We don't have any of those things, that's why I'm saying. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഒരു അംഗം പോലും ആകാം. You may become somebody great. ഏതെങ്കിലും ഒരു വലിയ സ്ഥാനത്തിൽ എത്താം. But എന്നാൽ remember always, എപ്പോഴും ഓർക്കണം, it is not going to justify you in the sight of the living God. ദൈവ സാന്നിധ്യത്തിൽ അത് നമ്മെ ഒരിക്കലും നല്ലൊരു സ്ഥാനത്ത് നിർത്തുകയില്ല. Because of your connections and influence, you may get lot of places, positions, seating. ഈ ലോകത്ത് പല സ്ഥാനങ്ങളും നമുക്ക് ലഭിക്കുമായിരിക്കാം. You may be made to sit in places which you never deserved. നമുക്ക് ഒരിക്കൽ അർഹതമല്ലാത്ത പല സ്ഥാനങ്ങളിൽ നാം ഇരിക്കുമായിരിക്കും. But if your heart is not in the right place, എന്നാൽ നമ്മുടെ ഹൃദയം ശരിയായ സ്ഥാനത്തല്ല എങ്കിൽ, if you are not following God wholeheartedly, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ പിൻപറ്റില്ല എങ്കിൽ, there is a risk which is looming around. നമുക്ക് നമ്മുടെ മുൻപിൽ ഒരു വലിയ പരാജയം. Number 1, we will be disobedient. ഒന്നാമതായി നാം അനുസരണമില്ലാത്തവരായിരിക്കും. We are not following what Jesus said. യേശു പറയുന്നത് അനുസരിക്കാത്തവരായി. Number 2, there will be unrighteousness and unholiness in our lives. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധമല്ലാത്തതായിട്ടുള്ള നീതിയില്ലാത്ത ഒരു ജീവിതം. We may be overconfident and we may be resisting God's voice in our life. ദൈവത്തിന്റെ വാക്കുകൾ തള്ളിപ്പറഞ്ഞ് ആത്മവിശ്വാസം കൂടി ജീവിക്കുന്നവരായിരിക്കും. We may be going with the flow. ആ ഒരു ഒഴുക്കിന്റെ കൂടെ നാം നീങ്ങും. നമ്മളിങ്ങനെ എല്ലാം നടക്കുന്നതുകൊണ്ട് അങ്ങനെ അങ്ങ് പോവാ എന്നുള്ളൊരു അവസ്ഥ നമുക്ക് വന്നേക്കാം. We just move forward just like everything is happening, I am also moving forward. പലപ്പോഴും ഈ പിള്ളേർ ഇപ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. Many times children ask these questions. നമ്മുടെ പള്ളിയിലല്ല, അല്ലാതെ. Not here but otherwise. അവർ പറയാറുണ്ട്, ആ പള്ളിക്കാർക്ക് പറ്റുമെങ്കിൽ നമുക്ക് എന്താ പറ്റാത്തെ? If that church can do it, why can we not do it? അവർക്ക് ചെയ്യാമെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാത്തെ? If they can do it, why can we not do it? ഉത്തരം ഇത്രയേ ഉള്ളൂ. The answer is this. അവരെ നോക്കി ഇവരെ നോക്കി looking at them, looking after these people. പോകാനല്ല കർത്താവ് നമ്മളെ വിളിച്ചു. God did not call us to do that. വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിച്ചവനുമായ ക്രിസ്തുവിന്റെ മുഖത്തെ നോക്കി ഈ ഓട്ടം സ്ഥിരതയോടെ ഓടുവാനുള്ള ഒരു വിളിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. We were called to follow the author and captain of our faith. ഈ വചനം പറയുന്നു, അവനെ പൂർണ്ണ ഹൃദയത്തോടെ
പൂർണ്ണ മനസ്സോടെ, The word tells, പൂർണ്ണ ആരോഗ്യത്തോടെ അവനെ എന്ത് ചെയ്യണം? പൂർണ്ണ ബലത്തോടെ അവനെ സേവിക്കണം, അവനെ സ്നേഹിക്കണം. Jesus teaches us that we should follow, we should love our God with our whole heart, with our whole mind, with our whole soul. ഇന്ന് രാവിലെ നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. Let us stand in the presence of God. മ്യൂസിക് വായിക്കുന്നവരൊക്കെ മുമ്പോട്ടൊന്ന് കടന്നത്, ഓൾ ദ ഇൻസ്ട്രുമെന്റ് പ്ലേയേഴ്സ് പ്ലീസ് കം ഫോർവേഡ്. ഒരു നിമിഷം നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്തേ. Let's introspect, let's test our own lives. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ഇത് സ്പീഡ് കൂട്ടിയോ വേറെ എന്തെങ്കിലും പറഞ്ഞു പോകേണ്ട ഒരു കാര്യമല്ല. നമ്മൾ ആഴമായിട്ടൊന്ന് ചിന്തിക്കണം. Initially itself I said this is not something that we can rush through or say this is something that we should understand deep in our hearts. ആ പറഞ്ഞ വാക്ക് ഒന്നും കൂടെ ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യാം. Let me say that words one more time. Sometimes we know enough to feel guilty, കുറ്റബോധം തോന്നാൻ ആവശ്യമുള്ള അത്രയും നമുക്ക് അറിവുണ്ട്, but haven't gone far enough with Christ to be happy. ക്രിസ്തുവിനോടുകൂടി നാം ഇത്ര ആവശ്യത്തിന് യാത്ര ചെയ്തിട്ടില്ല ആ ഒരു സന്തോഷ ജീവിതം നയിക്കാൻ. Half-hearted Christian life is a miserable life. ഒരു പാതി ഹൃദയമുള്ള ഒരു ക്രിസ്തീയ ജീവിതം ഒരു തകർന്നു പോയ ഒരു ഗതികെട്ടാത്ത ഒരു ക്രിസ്തീയ ജീവിതമാണ്. ഏകാഗ്രതയില്ലാത്ത ഒരു അനുഭവത്തിൽ അല്ലെങ്കിൽ കർത്താവിനോടുള്ള ആ സ്നേഹത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ, if we cannot follow Christ with wholeheartedness, പലതും നമുക്ക് ചടങ്ങായി മാറും. many things will just be rituals. നമുക്കതൊരു സിസ്റ്റത്തിന്റെ ഭാഗമായി മാറും. It will just be part of the system that we are in. ഞാൻ പറയട്ടെ, നമ്മൾ വെറും ഒരു സിസ്റ്റത്തിന്റെ ഭാഗമല്ല. We are not just part of a system. നമ്മളെ വീണ്ടെടുത്ത കർത്താവ്, the savior who saved us. ആ കർത്താവിന്റെ സന്നിധി നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. Let us pour out our hearts to the നിരാവിലെ നാം hands of the ദൈവസഭയിൽ Savior. കടന്നു വന്നു. We are here in the presence of God. അല്ല, ഈ മെസ്സേജ് നിങ്ങൾ കേട്ടു. You listen to this message. ഒരിക്കലും പറയല്ലേ എനിക്കൊന്നുമില്ല, അവിടെ പറഞ്ഞതെല്ലാം വേറെ ആർക്കാണ്ടാന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വരരുത്. Never have that attitude that it is not for me, it is for somebody else listening to this. ഒറ്റ ചോദ്യമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. Let me ask this one question. ഞാൻ പ്രാക്ടിക്കലി പറഞ്ഞത് പലതും ഒരു പക്ഷേ നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലായിരിക്കാം. Many things I said practically may not apply in our life. ചില എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു ഒന്നും നിങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ലായിരിക്കാം. Some examples that I said may not apply to your life. ഒറ്റ ചോദ്യം. But let me ask you one thing. നീ നേരായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ശരിയാണ്, പക്ഷെ നീ പൂർണ്ണ ഹൃദയത്തോടെ ഏകാഗ്രതയോടാണോ കർത്താവിനെ പിൻപറ്റുന്നത്? Maybe you are doing things in the right manner, but are you following God? Are you doing നീ that? ഇവിടെയാണോ അതോ നിന്റെ മനസ്സ് വേറെ എവിടെയെങ്കിലും ആണോ? Are you here with your heart and mind, or is your mind somewhere else? When you pray, when you read the Bible, is your heart in those? പ്രാർത്ഥിക്കുമ്പോൾ, വചനം പഠിക്കുമ്പോൾ, വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയം അതിലാണോ? Or are we somewhere little far away, or maybe little, not too far away, maybe little away? അതോ നമ്മുടെ ചിന്തകൾ, നമ്മുടെ മനസ്സ് അത് മറ്റു ചിന്തകളിലാണോ? ചിലപ്പോൾ ദൂരെ ആയിരിക്കില്ല, തൊട്ടടുത്ത്, എന്നാൽ ഇവിടെ അല്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ സ്നേഹത്തോടെ അവൻ നിന്നെ വിളിക്കുകയാണ്. If that is your situation, our Lord is calling you with love. യേശു നിന്നെ ഇന്ന് വിളിക്കുകയാണ്. Jesus is calling you. തന്റെ അരികിലേക്ക് നിന്നെ വിളിക്കുകയാണ്. He is calling you to his presence. രാവിലെ എത്ര പേര് പറയും? How many of you will say? എല്ലാ വായുകളും തുറന്ന കർത്താവിന് സ്തോത്രം. ഈ സമയം